ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളുടെ റമദാൻ മാസത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കിടുന്നത്. അതായത് പലഹാരങ്ങൾ ഉണ്ടാക്കുന്ന വിശേഷങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഓരോ പുതിയ പലഹാരം, പുതിയതെന്ന് പറയുമ്പോൾ ട്രഡീഷണലും ഉണ്ട് അല്ലാത്തതും കൊണ്ടെല്ലാം മാറി മാറിയാണ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇന്ന് ഞാൻ ഒരു ട്രഡീഷണൽ ഐറ്റത്തിലേക്ക് പോയാലോ എന്നാലോചിക്കുക. ഇത് തന്നെ പല സ്ഥലങ്ങളിലും പല രീതിയിൽ ചെയ്യും. അപ്പോൾ ട്രിവാൻഡ്രം സൈഡിൽ, തിരുവിതാംകൂർ ആ സൈഡിലോട്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു രീതിയുണ്ട്, മുട്ട സുർക്ക. മുട്ട സുർക്ക പറഞ്ഞാൽ മുട്ടയും ചേരും, പക്ഷേ ഇതിൽ ഇറച്ചിയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ഉണ്ണിയപ്പം പോലെയുള്ള പലഹാരമാണ്. ആ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് മട്ടൺ ഒരു 1/4 കിലോ മതി. 1/4 കിലോ മട്ടൺ റെഡിയാണ്. അതൊന്ന് വേവിക്കണം. അപ്പോൾ അത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഇനി നമുക്കിതിനകത്തേക്ക് ഇടാം. കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. മട്ടൺ കൊത്തിയെടുത്തത് കീമ പോലെ ഒരു 1/4 കിലോ. ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഇച്ചിരി ഉപ്പും ചേർത്ത് ഇതിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വേവിക്കുക. അത്രയേ ഉള്ളൂ. വേവിച്ച് വറ്റിച്ചെടുക്കാം. ഓക്കെ, ഉപ്പ് ചേർക്കാം, പാകത്തിനുള്ള ഉപ്പ്. പിന്നെന്താ, ഗരം മസാലപ്പൊടി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടി ചേർക്കാം. ഇനി കുക്കർ അടയ്ക്കുക. ഒരല്പം വെള്ളം കൊടുക്കാം കേട്ടോ, ഒരു ശകലം, ഇച്ചിരി വെള്ളം. ഓക്കെ, മട്ടണിൽ വെള്ളം ഉണ്ടെങ്കിൽ കുറച്ച് മതി. ഓക്കെ, മതിയാവും. 1/4 കപ്പ്. ഇനി ഒന്ന് വേവിച്ചാൽ മാത്രം മതി. അടുപ്പ് കത്തിച്ച് ഇങ്ങോട്ട് വയ്ക്കാം, അതാണ് നല്ലത്. അപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞിട്ട് തീ അല്പം കുറച്ചിട്ട് 2, 3, 4 വിസിൽ കഴിയുമ്പോഴത്തേക്കും പാകത്തിന് വെന്തിട്ടുണ്ടാകും. ഇനി ഈ സമയം നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട്. അതായത് ഒരു മീഡിയം സൈസ് പച്ചമുളകാണെങ്കിൽ ഒരു 5 എണ്ണം, എരിവിനനുസരിച്ചിട്ട്. ഇതിപ്പോൾ ഞാനൊരു 4 വലുതാണ്, 4 എണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു സവാള, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, എല്ലാം ചെറുതായിട്ട് അരിയുക. അതാണ് പ്ലാൻ. നോക്കാം. ഇനി പച്ചമുളക് വലിപ്പം കൂടുതലാണ്, ഇങ്ങനെ കീറി അരിയുക ചെറുതായിട്ട്. അപ്പോൾ എത്ര സൈസ്, അതായത് ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു 5 എണ്ണം, അല്ലെങ്കിൽ ഒരു 3, 4 നോക്കിയിട്ട് ചെയ്യാം, എരിവിനനുസരിച്ചിട്ട്. ഇതിപ്പോൾ നല്ല വലിയ മുളകായിരുന്നു, മാത്രമല്ല നല്ല എരിവുള്ള മുളകാണ്. അത് കാരണം ഞാനൊരു 3 എണ്ണത്തിൽ ഒതുക്കി, അല്ലെങ്കിൽ 5 വരെ ആകാം കേട്ടോ. ഇനി ഇഞ്ചി 2 വലിയ കഷ്ണം ഇടണം. അപ്പോൾ ഞാനിപ്പോൾ 2 ചെറിയ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതുപോലെ ചെറുതായി അരിയണം. ഓക്കെ, കുക്കറിൽ ഒരു ശബ്ദം കേട്ട് ഞാനിപ്പോൾ തീ ഓർക്കാൻ പോകുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ ഇത് മുട്ട സുർക്കയില്ലേ, അപ്പോൾ ആദ്യം തന്നെ ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. പിന്നെ അതിലേക്ക് ഇഞ്ചി അരിഞ്ഞത്, പച്ചമുളക് അരിഞ്ഞത്, അത് 2 ചേർത്തു. പിന്നെ വേണ്ടത് തേങ്ങ ചിരകിയത് ഒരു 2 ടേബിൾ സ്പൂൺ. പിന്നെ കറിവേപ്പില ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കണം. അതും കൂടി ചേർക്കാം. അത് കഴിഞ്ഞ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അടുത്ത് നമ്മൾ വേവിച്ച് വെച്ച് മട്ടൺ ഉണ്ടല്ലോ, കുത്തി അരിഞ്ഞ്, അതൊരു 1/4 കിലോ നമ്മൾ വേവിച്ച് വറ്റിച്ച് വെച്ചു. അപ്പോൾ അതും കൂടി ചേർക്കാം. ഓക്കെ, അതും ചേർത്ത് കഴിഞ്ഞു. ഇനിയാണ് സവാളയും ചേർത്തു. ഓക്കെ, അപ്പോൾ അടുത്തെന്ന് പറയുന്നത്, അപ്പോൾ ഇത്രയും ആയല്ലോ. ഇനി നമ്മൾ 2 കപ്പ് വറുത്ത അരിപ്പൊടി. ഇതിപ്പോൾ ഏത് ടൈപ്പ് ആണെങ്കിലും കുഴപ്പമില്ല, വറുത്ത അരിപ്പൊടിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ പറയുക, ഇടിയപ്പത്തിൻ്റെ, പത്തിരിയുടെയൊക്കെ പൊടിയാണെങ്കിലും മതി. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഇതിങ്ങനെ കട്ടിയാണല്ലോ, അപ്പോൾ ഇച്ചിരി വെള്ളം വേണം. അപ്പോൾ ഇനി കുറേശ്ശെ ആവശ്യാനുസരണം നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം എടുക്കാം. ഇനി വീണ്ടും കുറച്ച് വെള്ളം, 1/2 കപ്പ്, വീണ്ടും ഒരു 1/2 കപ്പ് ഒഴിച്ചു. അപ്പോൾ ഇപ്പോൾ ഏകദേശം 1.5 കപ്പ് വെള്ളമായി. ഇനി ഒരു അല്പം കൂടി വേണ്ടി വരും, എന്നാൽ ആ കൺസിസ്റ്റൻസി കറക്റ്റ് ആവുള്ളൂ. ഉണ്ണിയപ്പത്തിൻ്റെയൊക്കെ ഒരു ബാറ്ററിൻ്റെ പാകം, അതാണ് വേണ്ടത്. അപ്പോൾ ഇനി ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്തു. ഓക്കെ, അപ്പോൾ ഏകദേശം 1.25 കപ്പ് വെള്ളം. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം.
ഉപ്പ് എന്തായാലും വേണ്ടി വരും, കാര്യം നമ്മൾ ഇറച്ചിയിൽ മാത്രമല്ല ഉപ്പ് ചേർത്ത് വേവിച്ചിട്ടുള്ളൂ, അപ്പോൾ അതും വേണം. അപ്പോൾ എല്ലാം ആയാലോ. ഇതാണ് നമ്മുടെ മാവ്. ഓക്കെ, അപ്പോൾ മാവ് ഇവിടെ ഇരിക്കട്ടെ, അത് ഓക്കെയാണ്. ഇനി നമ്മുടെ ചീത്തയായ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാം. അപ്പോൾ മാവ് കലക്കി കഴിഞ്ഞാൽ വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ ഫെർമെൻറ്റ് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അപ്പോൾ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു 1.25 കപ്പ് വെള്ളം ഒഴിച്ചു. പിന്നെ പോരാൻ തോന്നുകയാണെങ്കിൽ ഒരു 1/4 കപ്പും കൂടി ആകാം. ഇരിക്കുമ്പോൾ കുറച്ചൊന്ന് എന്താ പറയുക ടൈറ്റ് ആകുമല്ലോ, അരിപ്പൊടിയല്ലേ. അപ്പോൾ ഒരു 1/4 കപ്പും കൂടി ആയാലും കുഴപ്പമില്ല, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. ഒരല്പം കൂടി ആകാം. നമുക്കിങ്ങനെ ഒരു തവിയിലിങ്ങനെ കൊരി ഒഴിക്കാൻ വേണം. ഇനി അടുപ്പ് കത്തിച്ചിട്ട് കുറച്ച് എണ്ണ ചൂടാക്കാം. ഏത് വെളിച്ചെണ്ണയിലാണെങ്കിൽ അങ്ങനെ, ഏതെങ്കിലും റിഫൈൻഡ് ഓയിലാണെങ്കിൽ അങ്ങനെ. തുടങ്ങിയാലോ. നമ്മുടെ ഉണ്ണിയപ്പക്കാരയിൽ തന്നെയാണ് എണ്ണ ഒഴിക്കേണ്ടത്. അപ്പം ഒരു പകുതി ഇത് മാവ് ഒഴിക്കുമ്പോൾ കുറച്ച് എന്തായാലും പൊങ്ങി വരും. തൽക്കാലം മതി, നോക്കാം. വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കൂടുതൽ ഒഴിച്ച് കൊടുക്കാമല്ലോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടാകട്ടെ. അപ്പോൾ എണ്ണ ചൂടായി തുടങ്ങുന്നു. ഇനി കുറേശ്ശെ മാവ് ഒഴിച്ചു കൊടുക്കാം. നോക്കിക്കോളൂ. അപ്പോൾ അത് നോക്കിയേ, ഇതുപോലത്തെ ഒരു സ്പൂൺ, നമ്മുടെ ടേബിൾ സ്പൂൺ, അതിലൊരു 3/4 വെച്ച് മാവാണ് ഞാനിങ്ങനെ ഒഴിച്ചത്. അപ്പോൾ തീ ഒന്ന് കുറയ്ക്കാം, ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് ഒരു സൈഡ് പാകത്തിന് നോക്കുമ്പോൾ തിരിച്ചിടാം. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ പച്ചരി മാവ് പൊടി വറുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൈമാ റൈസ് വെള്ളത്തിൽ കുതിർത്ത് അരച്ചും ഇങ്ങനെ ചെയ്യാം. കൈമാരിയോ അല്ലെങ്കിൽ പച്ചരിയോ വെള്ളത്തിൽ, പക്ഷേ കൈമാരിയാണെങ്കിൽ നല്ലതായിരിക്കും. അത് കുതിർത്തിട്ട് അരച്ചെടുത്തിട്ട് ഇതുപോലെ ബാക്കി കാര്യങ്ങളെല്ലാം ചേർത്ത്, ഇറച്ചിയൊക്കെ ചേർത്ത്, മുട്ടയും ചേർത്ത്, ഇഞ്ചി, പച്ചമുളക്, സവാള, കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ചെയ്യാം. അങ്ങനെയും ചെയ്യാം. 2 ഓപ്ഷൻസ്. അപ്പോൾ വറുത്ത അരിപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പം ഇങ്ങനെ ചെയ്യാം. അപ്പോൾ ഒരു സൈഡ് പാകത്തിന് മൂത്തിട്ടുണ്ട്. ഇനി പതുക്കെ തിരിച്ചിടാം. 1 by 1 നമുക്ക് അപ്സൈഡ് ഡൗൺ ആക്കിയാൽ. ഇതങ്ങനെ ഉണ്ണിയപ്പം പോലെയുള്ളൊരു നിറമൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഒരു വെള്ള ഉണ്ണിയപ്പം പോലെ ഇരിക്കും കണ്ടു കഴിഞ്ഞാൽ. പക്ഷെ നമുക്കറിയാമല്ലോ, പാകത്തിന് ചെറിയൊരു കളർ ഡിഫറൻസ് വരും. പിന്നെ അകത്തൊക്കെ നന്നായിട്ട് വേകണമല്ലോ, അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇനി ഇതിനിങ്ങനെ തിരിച്ചിട്ട് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്, അത് കഴിഞ്ഞിട്ട് നമ്മളെടുക്കും. ഇനി അടുത്ത സെറ്റ് ഇടുമ്പോൾ ഞാൻ ഇച്ചിരി കൂടെ വലുപ്പത്തിൽ, ഇപ്പോൾ ഞാൻ 3/4 ടേബിൾ സ്പൂണാണ് ഒഴിച്ചത് മാവ്. നെക്സ്റ്റിൽ ഞാൻ 1 ടേബിൾ സ്പൂൺ വെച്ച് ഒഴിക്കാൻ പോകും. എല്ലാം കാണാമല്ലോ സൈസ്. അപ്പം മറു സൈഡും പാകത്തിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ഈർക്കിലോ കമ്പോ എടുത്തിട്ട് ഇങ്ങനെ കുത്തിയെടുക്കാം, അതായിരിക്കും നല്ലത്. ഒരുപാട് ക്രിസ്പി ആയിട്ട് നമ്മൾ വറുത്തെടുക്കേണ്ട ആവശ്യമില്ല, സോഫ്റ്റ് ആയിരിക്കണമല്ലോ, ആ രീതിയിൽ തന്നെ ചെയ്താൽ മതി. ഈ സെറ്റിനെ എടുത്ത് ഇങ്ങോട്ട് വയ്ക്കാം. ഇനി അടുത്ത സെറ്റ് ഞാൻ എടുക്കട്ടെ. അപ്പോൾ മൊരിയൻ്റെ കണക്കല്ല, നമ്മളുടെ ഇഷ്ടത്തിനാണ് ചെയ്യേണ്ടത്. അകം വേകണം, ഉള്ളിൽ ചെറുതായിട്ടൊന്ന് ആവണം, അത്ര ഉള്ളൂ. ഇത് തണുക്കുമ്പോൾ കുറച്ചുകൂടി സോഫ്റ്റ് ആവും. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അടുത്തതും കൂടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത്, ഇപ്പോൾ രണ്ടാമത്തെ ലാട്ട് ഞാൻ മാവ് ഇതിനകത്തേക്ക് ഒഴിച്ചു. ഇച്ചിരി കൂടെ വലുതാക്കട്ടെ എന്ന് വിചാരിച്ചു. നോക്കണ്ടേ എല്ലാ സൈസും. ഇത് നോക്കൂ, ഇതിന് ഈർക്കിൽ നിന്നും മാറ്റാൻ പോണു. ഒന്നുമില്ല, അത് അതിൽ നിന്ന് ഇളക്കി മാറ്റിയാൽ. ഇത് അടിഭാഗം ഒന്ന് ചെറിയൊരു കളർ ഡിഫറൻസ് വരണം. അപ്പോൾ തീ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിടുക, അകം നന്നായിട്ട് വേകണം. പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടുതൽ വേണ്ട, അത് തന്നെ എടുക്കാം. അതെ നോക്കിയേ, ഞാൻ ഈർക്കലിൽ നിന്ന് ഇളക്കി മാറ്റട്ടെ. ഇതിപ്പോൾ ചെറുതാണല്ലോ, നമ്മുടെ മുട്ട സുർക്ക സ്മോൾ വൺസ്. ഇനി അടുത്തത് കുറച്ചുകൂടി വലുതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. കണ്ടുള്ളൂ, എളുപ്പത്തിന് തന്നെ ചെയ്യാം. ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല, പെർഫെക്റ്റാണ്, പേടിക്കുകയോ വേണ്ട. ഇത് ഇച്ചിരി കൂടുതൽ മുരിഞ്ഞ രീതിയിലാണ് ഞാൻ വറുത്തെടുത്തിരിക്കുന്നത്. ഇതിന് ഇച്ചിരി കൂടെ നേരത്തെ എടുക്കുമ്പോൾ എങ്ങനെയുണ്ടെന്നും കൂടി കാണിച്ചു തരാം. നോക്കിക്കോളൂ. ഇത് പാതി ഒഴിച്ചതാണ്, സെൻറ്റർ അതിനെ ഒന്ന് തിരിച്ച്. ഇത് അത്രയും മുരിഞ്ഞിട്ടില്ല, കുറച്ചുകൂടി കുറവാണ് മൊരിയൽസ്. ഇങ്ങനെയും ചെയ്യാം ഈ രീതിയിൽ. നമ്മുടെ എത്ര മൊരിയണം അതനുസരിച്ച് ചെയ്താൽ മതി. ഒരുപാട് കളർ മാറണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യും. ഓക്കെ, ഇനി ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾക്കിപ്പോൾ എല്ലാ സൈസും കാണണ്ടേ, ചെറുത്, വലുത്,
പിന്നെന്താ നന്നായിട്ട് മൂത്തത്, അത്ര മൂക്കാത്തത്. അപ്പോൾ ഇത്ര മൂപ്പിച്ചില്ലെങ്കിൽ കുറേ കൂടി സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ആട്ടിറച്ചിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്, അത് വേണ്ട. പിന്നെ ബീഫിൻ്റെ മാട്ടിറച്ചിയാണ് ഇഷ്ടമെങ്കിൽ അതായാലും കുഴപ്പമില്ല. മാട്ടിറച്ചി കീമ പോലെ കൊത്തിയെടുത്തതാകാം. ഇനി ചിക്കൻ മതി എന്നുണ്ടെങ്കിൽ ചിക്കൻ വേവിച്ച് ചെറുതായിട്ടൊന്ന് എന്താ പറയുക അരിഞ്ഞ് ചേർക്കാം, അങ്ങനെയായാലും മതി. അപ്പോൾ ഏത് രീതിയിലാണെങ്കിലും കുഴപ്പമില്ല. ചിക്കൻ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ വേവിക്കേണ്ട ആവശ്യം പോലും ഇല്ല, ചെറുതായിട്ട് മിക്സ് ചെയ്തിട്ട് എന്നോട് മിക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി. അത് ഈ എണ്ണയിലാടുന്ന തന്നെ പാകത്തിന് വെന്ത് കിട്ടും. പിന്നെ പ്യുവർ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഈ പറഞ്ഞ ഇറച്ചി ചേർക്കണ്ട, ബാക്കി കാര്യങ്ങൾ. മുട്ട കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ മുട്ടയും ചേർക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ മുട്ട വേണ്ട, ബാക്കിയെല്ലാം കൂടി ചേർക്കാം. പിന്നെ അതിൽ അല്പം ബേക്കിംഗ് പൗഡർ എന്തെങ്കിലും ചേർക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എടുത്ത് തുടങ്ങിയാലോ? യെസ്, വിൽ സ്റ്റാർട്ട്. എല്ലാ കാര്യം രണ്ടാമത്തെ ലോട്ടും റെഡി. ഇച്ചിരി തണുത്തിട്ട് ആ ഈർക്കലിൽ നിന്ന് മാറ്റാം. ഇനി എണ്ണയിൽ തന്നെ ചൂടായി കിടക്കുകയാണല്ലോ, ഇതേ ഓയിലിൽ വീണ്ടും ബാക്കി മാവ് ഇതുപോലെ കോരി കോരി ഒഴിക്കും. എണ്ണ കുറഞ്ഞു പോകാൻ തോന്നുകയാണെങ്കിൽ ഇച്ചിരി എണ്ണ വേണമെങ്കിൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുകയും ചെയ്യും. ഇത് വലുപ്പത്തിലും കുറച്ച് കൂടുതലാണിത് സൈസ്. ഇത് ഇച്ചിരി കൂടെ മുരിഞ്ഞത്, ഇത് ഭയങ്കര സോഫ്റ്റ്, അത്രയും മുരിക്കാത്തത്. ഓക്കെ, തൊടുമ്പോൾ തന്നെ അറിയാം. ഇനി ലാസ്റ്റ് ലോട്ടാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2 എണ്ണത്തിന് ഉള്ള മാവ് മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ഏതാണ്ട് നമ്മൾ ഓൾമോസ്റ്റ് തീർന്നു. ലാസ്റ്റ് ലോട്ടാണ് കിടക്കുന്നത്. ഇനി ഒരു 2 കുഴിക്കുള്ള മാവും കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു അളവനുസരിച്ച് ഇപ്പോൾ ഞാൻ 36 + 2 38 മുട്ട സുർക്ക കിട്ടിയിട്ടുണ്ട്. കുറച്ചുകൂടി ഇതിലിപ്പോൾ ഒരു സെറ്റ് നമ്മൾ ചെറുതായിട്ടല്ലേ എടുത്തത്, അതുകൊണ്ടാണ് ഇത്രയും കിട്ടിയത്. അപ്പോൾ ഈ സൈസിന് തന്നെ എടുക്കുകയാണെങ്കിൽ ഒരു 32 33 എണ്ണം കിട്ടും. ഏറ്റവും ചെറിയ സൈസിലാണ് എടുക്കുന്നതെങ്കിൽ 40 വരെ ഉണ്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ ഉണ്ടാക്കുക, മൂക്കതനുസരിച്ച് എടുക്കുക. മൂക്കുന്ന വേണോ അതല്ല സോഫ്റ്റായിട്ട് അത്ര മൂക്കാതെ വേണമെങ്കിൽ അങ്ങനെ. എന്തായാലും ഉള്ളു വേകണം, അത്ര മാത്രമേ ഉള്ളൂ. കാണാനൊരു ചെറിയൊരു കളർ ഡിഫറൻസ് ഇങ്ങനെ വരണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് തിരിച്ചിട്ടാലോ? ലാസ്റ്റ് ലോട്ട്. പെട്ടെന്നാകും കേട്ടോ, ഒന്നൊരു പേടിയും വേണ്ട, പെട്ടെന്നാകും. വലിയ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ രസകരമായൊരു കാര്യമാണ്. ഇതൊരു ട്രഡീഷണൽ ആയിട്ടുള്ളൊരു മുട്ട സുർക്കയാണ്. ഈ ഭാഗത്തൊക്കെ വളരെ പോപ്പുലറാണ് ഈ രീതിയിൽ മുട്ട സുർക്ക. ചില ഭാഗങ്ങളിലൊക്കെ മുട്ട സുർക്ക പൂരി മാതിരിയൊക്കെ ചിലർ ചെയ്യാറുണ്ട്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. പക്ഷേ ദിസ് ഇസ് അഗെയിൻ ഒരു ട്രഡീഷണൽ സ്റ്റൈലാണ്. ഈ തെക്കോട്ട് കേരളത്തിൻ്റെ ഈ ഭാഗം ബോർഡർ സൈഡിലൊക്കെ ഇത് ഈ രീതിയിലാണ് ചെയ്യുന്നത്. ഈ തമിഴ്നാട്, തിരുവിതാംകൂർ, ഈ കേരളത്തിൻ്റെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യും. പക്ഷേ ഇതിൽ തന്നെ നമുക്ക് എന്തല്ല, അപ്പോൾ ട്രഡീഷണൽ ആണെങ്കിലും നമുക്ക് എത്ര മാത്രമാണെങ്കിലും ഇംപ്രവൈസേഷൻസ് ആകാം. ഇഷ്ടമുള്ളതിലൊക്കെ ചെയ്യാമല്ലോ, നല്ലൊരു കാര്യമല്ലേ. ഈ 2 ചെറിയ എന്താ പറയുക മുട്ട സുർക്കൊക്കെ ഉള്ളത് ബാക്കിയുണ്ട്, അതും കൂടി ഒഴിച്ചേക്കാം. വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. 2 സോറി, അതിൽ കൂടുതൽ കിട്ടും. അങ്ങനെ എല്ലാ മുട്ട സുർക്കയും ഞാനിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ടേസ്റ്റി, സോഫ്റ്റ്. ആക്ച്വലി ഞാൻ മട്ടൺ കഴിക്കുന്ന ആളല്ല, പക്ഷേ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണ്ടൊക്കെ കഴിക്കുമായിരുന്നു. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് നിർത്തിയതാണ്. പക്ഷേ മട്ടൺ ഇഷ്ടപ്പെടുന്നവർക്ക് വലിയ ഇഷ്ടമാവും. ബീഫാണെങ്കിലും ഭയങ്കര രസമായിരിക്കും. മട്ടൺ ഒരു പ്രത്യേക ഫ്ലേവറാണല്ലോ. ഇറ്റ്സ് വെരി നൈസ്. നിങ്ങൾക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞിട്ട് നാരങ്ങ വെള്ളവും ഈന്തപ്പഴമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു എന്താ പറയുക കുടിക്കുന്ന കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടേ പാനീയങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സ്നാക്കിങ് ഉണ്ടാവുമല്ലോ, സ്നാക്സ്, ഒരു എരിവ് ഒരു മധുരമൊക്കെ. അപ്പോൾ ഈ സേവറി ആയിട്ട്, മധുരമല്ല അല്ലാതെ അങ്ങനെയായിട്ട് ഉപയോഗിക്കാം. ഇതൊരു ഞാനിപ്പോൾ 3 പച്ചമുളക് എടുത്തുള്ളൂ. 5 കുഴപ്പമില്ല, 5 എണ്ണമായാലും എരിവൊന്നും കൂടുതലായിരിക്കില്ല. നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് എരിവ് കൂട്ടിക്കോളൂ. ഓക്കെ, അത് ഉഗ്രനായിട്ടായിരിക്കും. അപ്പോൾ ഇതും നമുക്ക് ഇഫ്താറിൻ്റെ ഭാഗമാക്കാം അല്ലേ. റമദാൻ മാസത്തിലെ നോമ്പ് തുറ ബിഫോർ നമ്മളുടെ മുട്ട സുർക്ക
അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. എനിക്ക് ഫീഡ്ബാക്ക് തരിക കമൻറ്റ് ബോക്സിലൂടെ. സന്തോഷം. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്നതിൽ വളരെ വളരെ സന്തോഷം. പിന്നെന്താ വേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെന്താ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എൻ്റെ ലിങ്ക്, പിന്നെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ മറന്നു പോകേണ്ട, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യണം. അതിനകത്തൊരു ബെൽ ഐക്കണുണ്ട്, പിന്നെന്താ അത് പ്രസ് ചെയ്യുമ്പോൾ ഒരു ഓൾ എന്ന് പറഞ്ഞത് വരും, ആ ഓളും കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബേഴ്സായി മാറും. അപ്പോൾ നമ്മളുടെ യൂട്യൂബ് ഫാമിലി മെമ്പറാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ലോഗ്സ്.